അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി മട്ടൻ ബോട്ടി ഫ്രൈ ആണ്. അതിനായി ഒരു 5 കിലോ മട്ടൻ്റെ ബോട്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് ആട്ടിൻകുടൽ. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി ഇത്രയും ഒഴിച്ച് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് നല്ല ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ആ മഞ്ഞപ്പൊടിയൊക്കെ പിടിച്ച് ആ വിനാഗിരിയൊക്കെ പിടിച്ച് ഇതിനൊരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. അതിനുശേഷം കുറേ വെള്ളത്തിലിത് പലതവണയായിട്ട് കഴുകിയെടുക്കണം. പലതവണയായിട്ട് കഴുകി ഒരു അരിപ്പയിൽ ഊറ്റിയെടുക്കണം. അങ്ങനെ ഊറ്റിയെടുത്തിട്ട് നമ്മളൊരു കുക്കറിലോട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് പട്ടയും വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മസാലപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അപ്പം ഇത് മൂന്നും ചേർക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ലെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പിട്ട് കഴുകിയത് കൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർക്കുന്നില്ല. അങ്ങനെ എല്ലാം പുരട്ടിയ ശേഷം കുക്കർ അടച്ച് അടുപ്പിൽ വെച്ച് ഒരു 7-8 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നന്നായി വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുവിധം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി ഒരു കട്ടിയുള്ള ഉരുളി അടുപ്പിൽ വെക്കാം. അപ്പം ഞാനിത് ഒന്നിൻ്റെ അളവ് പറയുന്നില്ല. എന്താ വെച്ചാൽ ഈ 5 കിലോ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം ഒരു കൈയളവിലാണ് ചേർക്കുന്നത്. ഒരു 1/2 കിലോയോ 1 കിലോയോ ഒക്കെ ആണെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ എന്ന അളവിലൊക്കെ ചേർത്താൽ മതിയാവുന്നതാണ്. ഇനി ഇത് ചെയ്യുന്നത് ഒരു ഉരുളിയിലാണ്. നല്ല കട്ടിയുള്ള ഒരു ഉരുളിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനായി ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതായത് അതിൻ്റെ കളറെല്ലാം നന്നായിട്ട് മാറി വരണം. ഇടയ്ക്ക് കുറേ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിപ്പൊടി ഒരല്പം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. എരിവുള്ള മുളക് പൊടി വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുരുമുളകൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് ഉരുളിയുടെ ചൂടൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത ശേഷമാണ് ഞാൻ ഈ പൊടികൾ ചേർത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പിടിക്കും. കാരണം നല്ല കട്ടിയുള്ള ഉരുളിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളും ചെയ്യുമ്പം ഈ രീതിയിൽ വേണം ചെയ്യാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഈ പൊടി വകകൾ കരിഞ്ഞ് പിടിക്കും. അങ്ങനെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ആ പൊടി വകകളും എല്ലാം ആ ഇഞ്ചിയും വെളുത്തുള്ളിയിലും ഒക്കെ പിടിച്ച് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുത്ത ബോട്ടി നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് ഈ മുളക് പൊടിയിലോട്ട് തട്ടിക്കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി മുളക് പൊടിയൊക്കെ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ബോട്ടി ഊറ്റി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച മിക്സിയുടെ ജാറൊന്ന് കഴുകി ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമല്ല, കാരണം ഇതിൽ നിന്ന് ഇനിയും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഈ അരപ്പെല്ലാം ഇതിൽ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ അടുക്കി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി നമ്മൾ ഇത് അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഞാനിതിലേക്ക് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അതെല്ലാം ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അളവ് പറയാത്തത്. അതെല്ലാം ഇപ്പം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടിയും 1.5 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ആ മസാലയ്ക്കും ഈ ബോട്ടിക്കും എല്ലാം കറക്റ്റിനുള്ള ഉപ്പ് പിടിക്കുന്നതാണ്. അങ്ങനെ നന്നായിട്ട് ഇളക്കി വരട്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്വാദിഷ്ടമായ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ സമയത്തൊന്നും നമ്മൾ ഇതിൽ ഉള്ളി ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ട് വരണ്ട് കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്താണ് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഫ്രൈ ആക്കിയാണ് നമ്മളിത് കഴിക്കാൻ എടുക്കുന്നത്. അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇങ്ങനെ തന്നെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗൾഫിലൊക്കെ കൊണ്ടുപോകാനോ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകാനോ ആണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉള്ളി ചേർക്കാതെ ഈ രീതിയിൽ തന്നെ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.